കിച്ചൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് കുഞ്ഞുമത്തിയാണ്. കുഞ്ഞുമത്തി നമ്മൾ കറിയാണ് വെക്കാൻ പോകുന്നത്. തേങ്ങയൊക്കെ അരച്ചുള്ള കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പുളി ചേർക്കുന്നത്. ഇപ്പോൾ ഇരുമ്പുളിയുടെ ഒരു സീസൺ സമയമാണിത്. ഇരുമ്പുളി ഇഷ്ടം പോലുള്ള സമയമാണ്. ഇപ്പോൾ മാങ്ങയൊന്നും നമുക്കധികം കിട്ടാനില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇരുമ്പുളി ഇട്ട് നമുക്ക് കറി വയ്ക്കാം. നല്ല ടേസ്റ്റാണ് ഇരുമ്പുളി. നമ്മൾ ഈ മീഡിയം ടൈപ്പിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ആയിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ മുറിക്കാണ്ട് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ പുളി എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഈ പുളി ഇട്ട് വയ്ക്കാം. പോവാം നമുക്ക് വയ്ക്കാനായിട്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇങ്ങനെ പഴുത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീൻകറി വയ്ക്കാൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മീൻകറി വയ്ക്കാം, മുട്ടക്കറി വയ്ക്കാം, ഇറച്ചിക്കറിയിലൊക്കെ ചേർക്കുന്നുണ്ട് കുഴപ്പമില്ല. നമുക്ക് നല്ലതാണ്. ഈ പച്ചമുളക് പഴുക്കാത്ത മുളക് ഒരു 5 എണ്ണം ചേർക്കുന്നതിൽ ഇതിലൊരു 3 എണ്ണം ചേർത്താൽ മതിയാവും നമ്മുടെ ഈ പഴുത്ത മുളക്. നമുക്ക് ഈ ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് കറി വയ്ക്കാനായിട്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് മീൻ ചേർത്ത് കൊടുക്കാം. ഇത് മത്തി ഒരു 300 ഗ്രാം ഉണ്ട് കേട്ടോ. ഈ ഒരു അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വെന്താൽ മതി കേട്ടോ. വെന്തിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് ഇത്തിരി കുറവാണ് കേട്ടോ. നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മൾ കറി എന്തായാലും നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട. നമ്മുടെ പുളിയും മത്തിയും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളെ കുഞ്ഞുമത്തിയും ഇരുമ്പുളിയും കൊണ്ടുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.